ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നും ഇച്ചിരി വിഷമമുള്ളതാണ് അല്ലേ? പ്രത്യേകിച്ചും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ. ഞാനും ഇപ്പോൾ ഈ സെയിം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നെറ്റിൽ നിന്നാണ് ഈ ഒരു ഗിഫ്റ്റിൻ്റെ ഇമേജ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പേപ്പർ ഫ്രെയിം ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് പേപ്പറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ നിന്നും ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ വശത്തു നിന്നും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ 5 സെൻറ്റിമീറ്ററിനെ തന്നെ നമ്മൾ 1.5 വീണ്ടും 1.5 അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. പിന്നീട് മുകളിലെയും താഴെയും 2 വശങ്ങളിൽ നിന്നും 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് വരച്ച് വെട്ടിയെടുക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ. ഇനി 2 ബ്ലാക്ക് കളർ പേപ്പറിൽ നിന്നും 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ 4 പീസ് വെട്ടിയെടുത്ത് അത് നേരത്തെ നമ്മൾ എടുത്ത പേപ്പറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായി തന്നെ ഒട്ടിച്ചെടുക്കണം, കാരണം നമുക്ക് പേപ്പർ ഫോൾഡ് ചെയ്ത് ഫ്രെയിം പോലെ ആക്കാനുള്ളതാണ്. ഒട്ടിച്ചെടുത്തതൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഞാൻ അതിനെ മടക്കി കൊടുക്കുന്നുണ്ട്. വരച്ചിരിക്കുന്ന ഓരോ ലൈനിൽ കൂടെയും മടക്കി എടുക്കുമ്പോൾ നമുക്കത് ഫ്രെയിമിൻ്റെ ഷേപ്പിൽ കിട്ടും. തൽക്കാലം ഞാനിതിപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ സ്ക്വയറിൻ്റെ ഉള്ളിലെ വലുപ്പം നോക്കിയിട്ട് അതിൻ്റെ ഡയമെൻഷൻ അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ഫ്രെയിമിനുള്ളിൽ വെക്കത്തക്ക രീതിയിലുള്ള ഒരു ചാർട്ട് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ലെങ്ത്ത് 25 സെൻറ്റിമീറ്ററും വിഡ്ത്ത് ഒരു 17 സെൻറ്റിമീറ്ററും വരത്തക്ക രീതിയിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ക്ലോത്തൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടാഗ് ഉണ്ടല്ലോ, ആ ടാഗിൻ്റെ ഒരു പീസ് കൂടെ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ഷേപ്പും അതുപോലെ തന്നെ എയ്റോപ്ലെയിൻ്റെ ഷേപ്പും ഒക്കെ അതിൽ വരച്ച് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ എടുത്ത വൈറ്റ് കളർ പേപ്പറിൽ റെഡ് കളറ് ലൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു മാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ശ്രീനഗറാണുള്ളത്. അപ്പോൾ കാശ്മീരിൻ്റെ പോർഷൻ വരുന്ന ഭാഗവും അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ പോർഷൻ വരുന്ന ഭാഗവും 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാപ്പിൽ നിന്നും. അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം, വീഡിയോയിൽ കാണുന്ന പോലെ.
പിന്നീട് നമ്മൾ ഒരു ഹാർട്ട് ശ്രീനഗറിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒന്ന് കൊല്ലത്തുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഈ 2 ഹാർട്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് റെഡ് പെൻ ഉപയോഗിച്ച് ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം സൈഡിലായിട്ട് നമ്മൾ ആ എയ്റോപ്ലെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്തതൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം ആ ഹാർട്ടിനകത്ത് ഞങ്ങൾ 2 പേരുടെയും നെയിമിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എഴുതി കൊടുക്കുവാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ അതിൽ എഴുതി കൊടുക്കാം. പിന്നീട് ഞാൻ ഞങ്ങളുടെ 2 പേരുടെയും പേരും അതുപോലെ തന്നെ വെഡ്ഡിങ് ഡേറ്റും ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. ഇനി നമുക്കിതിനെ നേരത്തെ ഫ്രെയിം ആക്കാനായിട്ട് വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ആ ഫ്രെയിം ഒന്ന് മടക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ബ്ലാക്ക് പേപ്പറിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് മടക്കിയെടുക്കാം. അങ്ങനെ 4 വശവും മടക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഗിഫ്റ്റ് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും ബൈ.